അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സം ഷിപ്സ് ആർ ബോട്ട്സ്. ചില ഷിപ്പുകൾ ബോട്ടാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു സർക്കിൾ വരച്ചു, ഷിപ്പ്. ചില ഷിപ്പുകൾ ബോട്ടാണ് എന്ന് പറയുമ്പോൾ ഇതിനെ കണക്ട് ചെയ്ത് വരയ്ക്കണം അല്ലെ. ഇപ്പൊ എന്തായി? കുറച്ച് ഷിപ്പ് ബോട്ടായി, കാരണം ബോട്ടിന്റെ അതിലേക്ക് എത്തി. കുറച്ച് ബോട്ട് ഷിപ്പാണെന്നും പറയാം. ഇനി ആൾ ബോട്ട്സ് ആർ സബ്മറൈൻസ്. എല്ലാ ബോട്ടും സബ്മറൈൻ ആണ്. ബോട്ട് ഇങ്ങനെ പിടിക്കാം, എല്ലാ ബോട്ടും സബ്മറൈൻ ആണ്, കാരണം എല്ലാ ബോട്ടും സബ്മറൈൻ ആയിപ്പോ. ചില സബ്മറൈൻ എന്താണ്? യാച്ച് ആണ്. യാച്ച് എന്ന് പറഞ്ഞ ചെറിയ ഷിപ്പ് പോലെ സാധനം കേട്ടോ, യാച്ചസ് ആണെന്ന് കിട്ടി. അപ്പോ ചില ഷിപ്പ് ബോട്ടാണെന്ന് പറഞ്ഞു, എല്ലാ ബോട്ടും സബ്മറൈൻ ആണെന്ന് പറഞ്ഞു, ചില സബ്മറൈൻ യാച്ചസ് ആണെന്ന് പറഞ്ഞു. നമ്മൾ ഗ്രാഫ് അവിടെ വരച്ചു. ഇനി കൺക്ലൂഷൻ നോക്കാം. എന്തൊക്കെയാ ഒന്നാമത്തെ കൺക്ലൂഷൻ? സം യാച്ചസ് ആർ ബോട്ട്. ചില യാച്ചസ് ബോട്ടാണ്. ചില യാച്ചസ് ബോട്ടാണ് നമുക്ക് പറയാൻ പറ്റുമോ? ബോട്ട് ഇവിടെ കിടക്കുന്നത്, ഈ എന്താ പറയാ, നമ്മുടെ സബ്മറൈൻ ഇവിടെ കിടക്കുന്നത്, തമ്മിൽ എന്തുണ്ട്? ഇവിടെയാണ് യാച്ച്, ഇവിടെയാണ് ബോട്ട്, തമ്മിൽ എന്തില്ല? കണക്ഷൻ ഇല്ല. സോ ഫസ്റ്റ് എന്താണ്? തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, കൺക്ലൂഷൻ തെറ്റാണ്. ദെൻ സം സബ്മറൈൻസ് ആർ ബോട്ട്. ചില സബ്മറൈൻസ് ബോട്ടാണെന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ? എല്ലാ സബ്മറൈനും, ഇതാണ് സബ്മറൈൻ എന്ന് പറയുന്നത് ഫുള്ള്, അതിന്റെ ഉള്ളിലാണ് ബോട്ട് വരണേ. സോ കുറച്ച് സബ്മറൈൻ എന്താണ്? ബോട്ടാണ്. കറക്റ്റ് ആണ് അല്ലെ? എല്ലാ ബോട്ടും സബ്മറൈൻ ആണ്, എല്ലാ സബ്മറൈനും ബോട്ടാണ് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, കാരണം ഇതാണ് സബ്മറൈനിൽ ബോട്ട്, ഇതല്ലാത്ത പോർഷൻ, ഇതൊക്കെ എക്സ്റ്റേണൽ വരുന്ന പോർഷനാണ്. പക്ഷെ സ്റ്റേറ്റ്മെന്റ് എന്താ? സം സബ്മറൈൻസ് ആർ ബോട്ട്. ചില സബ്മറൈൻ എന്ന് പറയുന്നത് ബോട്ടാണ്. അതെ, കുറച്ച് ഭാഗം ബോട്ടുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ശരിയാണ്. സം സബ്മറൈൻസ് ആർ ഷിപ്സ്. കുറച്ച് സബ്മറൈൻ ഷിപ്പാണ്, ഇതാണ് ഷിപ്പ്, ഇതാണ് സബ്മറൈൻ. ഈ പോർഷൻ എന്താ? ഇന്റർ കണക്റ്റഡ്. സോ സം സബ്മറൈൻസ് ആർ ഷിപ്പ്, അതും ശരിയാണ്. സം യാച്ചസ് ആർ ഷിപ്പ്. ചില യാച്ചസ് എന്ന് പറയുന്നത് ഷിപ്പാണ്. കറക്റ്റ് ആണോ? സം യാച്ചസ് ആർ ഷിപ്പ് പറയാൻ പറ്റില്ല, ഇതാണ് യാച്ച്, ഇതാണ് ഷിപ്പ്, ഒരു കണക്ഷനും ഇല്ല. സോ തെറ്റാണ്. ഇപ്പൊ എന്തേ ഉള്ളൂ? സ്റ്റേറ്റ്മെന്റ് 2ഉം 3ഉം ആണ് കറക്റ്റ്. ഉണ്ടോ? സ്റ്റേറ്റ്മെന്റ് 2 and 3 ഇതാ. ഓൺലി സ്റ്റേറ്റ്മെന്റ് 2 and 3 ഫോളോ. സെക്കൻഡ് ആണ് ഓപ്ഷൻ വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ, വെൻ ഡയഗ്രാം വരയ്ക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യൽ ഒരു പണിയേ അല്ല. ഞാൻ വരയ്ക്കാൻ അറിയാം മീൻസ് പ്രാക്ടീസ് ചെയ്യാട്ടോ, ഒരു ലോജിക്കലി കണക്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കും. അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ ക്യാരറ്റ്സ് ആർ ബേർഡ്സ്. എല്ലാ ക്യാരറ്റും ബേർഡാണ്. സോ നമുക്ക് ക്യാരറ്റിന് ആദ്യം ഒരു സർക്കിൾ കൊടുക്കാം. ക്യാരറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. എല്ലാ ക്യാരറ്റും ബേർഡാണ്. സോ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് എൻഗൾഫ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത് വരച്ചു ബേർഡ്. ക്യാരറ്റ് ബേർഡ്, എല്ലാ ക്യാരറ്റും ബേർഡാണ്. സോ ആയിക്കോട്ടെ, കണ്ടീഷൻ കറക്റ്റ് ആയി. സം ടെലിഫോൺസ് ആർ ക്യാരറ്റ്. ചില ടെലിഫോൺ എന്താണ്? ക്യാരറ്റ് ആണ് എന്നാണ് പറയുന്നത്. ചില ടെലിഫോൺ ക്യാരറ്റ് ആണ്. ചില ടെലിഫോൺ ക്യാരറ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാതുമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ചില ടെലിഫോൺ ക്യാരറ്റ് ആണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ ഇവിടെ വരയ്ക്കുക? മുന്നേ ഡോക്ടറുടെ കേസ് പറഞ്ഞ പോലെ ഇങ്ങനെ വരയ്ക്കും. ടെലിഫോൺ ഇപ്പൊ എന്തായി? ചില ടെലിഫോൺ ക്യാരറ്റ് ആണ്. കറക്റ്റ് അല്ലേ? കറക്റ്റായി. ദെൻ ആൾ ബെഡ്ഷീറ്റ്സ് ആർ ടെലിഫോൺ. എല്ലാ ബെഡ്ഷീറ്റും എന്താണ്? ടെലിഫോൺ ആണ്. സോ ടെലിഫോണിന്റെ ഉള്ളിലാണ് എന്ത് വരിക? ബെഡ്ഷീറ്റ് വരിക. ഇതാണ് ഇതിന്റെ ഗ്രാഫ്. സോറി, ഗ്രാഫല്ല, വെൻ ഡയഗ്രാം വരിക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? എല്ലാ ക്യാരറ്റും ബേർഡ്സ് ആണ്. സോ ക്യാരറ്റ് എന്ന് പറയുന്നത് ബേർഡിന്റെ ഉള്ളിൽ വന്നു. ഓൾ ക്യാരറ്റ്സ് ആർ ബേർഡ്സ്. കറക്റ്റ് വന്നു. അടുത്തത് എന്തായിരുന്നു? സം ടെലിഫോൺസ് ആർ ക്യാരറ്റ്. ചില ടെലിഫോൺ എന്ന് പറയുന്നത് ക്യാരറ്റ് ആണ്. അപ്പൊ ടെലിഫോൺ കുറച്ച് ഭാഗം എന്ത് ചെയ്യണം? ടെലിഫോണിന്റെ കുറച്ച് ഭാഗം ക്യാരറ്റിനെ കട്ട് ചെയ്ത് പോകണം. സോ ക്യാരറ്റിനെ കട്ട് ചെയ്ത് നമ്മൾ വരച്ചു. ക്യാരറ്റിനെ കട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തിനും കൂടി കട്ട് ചെയ്യും? ഈ ബേർഡ്സിനും കൂടി കട്ട് ചെയ്യും കേട്ടോ, കാരണം അതിന്റെ ഉള്ളിലാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട്. പിന്നെ ഓൾ ബെഡ്ഷീറ്റ്സ് ആർ ടെലിഫോൺ. എല്ലാ ബെഡ്ഷീറ്റും ടെലിഫോണിന്റെ ഉള്ളിലാണ് വരിക. സോ ടെലിഫോൺ എന്നുള്ള വലിയ സർക്കിളിന്റെ ഉള്ളിൽ നമ്മൾ ബെഡ്ഷീറ്റും വരച്ചു. ഇത്രയേ ഉള്ളൂ ലോജിക്ക്. അതിന്റെ കൺക്ലൂഷൻ നോക്കാം. ഓൾ ബെഡ്ഷീറ്റ്സ് ആർ ബേർഡ്സ്. എല്ലാ ബെഡ്ഷീറ്റും ബേർഡ്സ് ആണ്. പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ബെഡ്ഷീറ്റ് ഇവിടെയും കിടക്കുന്നു, ബേർഡ്സ് ഇവിടെയും കിടക്കുന്നു, എല്ലാതും അല്ല. തെറ്റാണ്. ദെൻ സം ബെഡ്ഷീറ്റ്സ് ആർ ബേർഡ്സ്. ചില ബെഡ്ഷീറ്റ് ബേർഡ് ആണെന്ന് പറയാൻ പറ്റുമോ? സം ബെഡ്ഷീറ്റ്സ് ആർ ബേർഡ്സ്. ആലോചിച്ച് നോക്കുക ഇവിടെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ബേർഡ്സ് എവിടെ കിടക്കുന്നു? ബെഡ്ഷീറ്റ് എവിടെ കിടക്കുന്നു? ഇതാണ് ബേർഡ്സ്, ഇത് മൊത്തമാണ് ബേർഡ്സ്. ബട്ട് ബെഡ്ഷീറ്റ് കിടക്കുന്നത് ഇവിടെ, തമ്മിൽ കണക്ഷൻ അല്ല. അതും തെറ്റായി. ദെൻ സം ബേർഡ്സ് ആർ ടെലിഫോൺ. ചില ബേർഡ്സ് ടെലിഫോൺ ആണ് അല്ലേ? ഇതാണ് ടെലിഫോണിന്റെ സർക്കിൾ, ഇതാണ് ബേർഡിന്റെ സർക്കിൾ. ഈ പോർഷൻ എന്താ? ബേർഡ്സ് ആണ്. അപ്പൊ സം പോർഷൻ ഓഫ് സം ബേർഡ്സ് ആർ ടെലിഫോൺ. കറക്റ്റ് ആണ്. ദെൻ ഓൾ ടെലിഫോൺസ് ആർ ബേർഡ്സ്. എല്ലാ ടെലിഫോണും ബേർഡ് ആണ്. പറയാൻ പറ്റുമോ? ഇല്ല, എല്ലാ ടെലിഫോണും ബേർഡ് അല്ല. ആകെ ഈ പോർഷൻ മാത്രമാണ് ടെലിഫോണിൽ ബേർഡ് ആയിട്ടുള്ളത്. അപ്പൊ എന്താ? ഇതും കൂടി കൂട്ടാം, ഈ പോർഷൻ.
അപ്പൊ എന്താണ്? അതും തെറ്റ്. അപ്പൊ ഓൺലി സ്റ്റേറ്റ്മെന്റ് 3 ഫോളോസ്. ഓപ്ഷൻ അങ്ങനെ ഉണ്ടോ? സ്റ്റേറ്റ്മെന്റ് 3 ഫോളോസ് ഉണ്ട്. നാലാമത്തെയാണ് ആൻസർ. വെൻ ഡയഗ്രാം വരയ്ക്കാൻ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആൻസർ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇത് പഠിക്കുക എന്ന് പറയുന്നത് ആ ഒരു ലോജിക്കലി കണക്ട് ചെയ്ത് വരയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആൻഡ് ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ അധികം ക്വസ്റ്റ്യൻസ് എടുത്തിട്ടില്ല, കാരണം പക്കാ സിമ്പിൾ ആണ് എന്നുള്ളത് കൊണ്ട് അത് അധികം എടുക്കാത്ത കേട്ടോ. ആൻഡ് ഇതിന്ന് നിലവിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഫാക്ട് പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് കമ്പാരിംഗ്ലി ലോ ആണ് കേട്ടോ. അധികം ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഈ വെൻ ഡയഗ്രാമിൽ നിന്നും ചോദിക്കൽ നമ്മൾ കാണാറില്ല. അതുകൊണ്ടാണ് ഞാൻ അധികം ക്വസ്റ്റ്യൻസ് ഇതും ചെയ്യാത്തത്. അതും കൂടി ഒരു കാരണമാണ്. നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയിട്ട് നിർത്താം. സോ മോസ്റ്റ് CPUs ആർ കീബോർഡ്. ഇവിടെ കണ്ടോ മോസ്റ്റ് എന്നാ പറഞ്ഞത്. മോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമ്മിന്റെ സെയിം അർത്ഥം കേട്ടോ. ഇവിടെ മോസ്റ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ത് സമ്മ് തന്നെയാണ്. സോ സം CPUs ആർ കീബോർഡ്. CPU കീബോർഡ്, കാരണം രണ്ടും കണക്റ്റഡ് ആണ്. സം CPUs ആർ കീബോർഡ്. നോ കീബോർഡ് ഈസ് എ മൗസ്. അപ്പൊ നോ കീബോർഡ് ഈസ് എ മൗസ് പറഞ്ഞാൽ കീബോർഡുമായിട്ട് കണക്ഷൻ വരരുത്, അവിടെ നിൽക്കട്ടെ. ഓൾ മൗസസ് ആർ CPU. ഇതിപ്പോ നമ്മൾ എന്തുകൊണ്ടാണ് വരയ്ക്കാമെന്ന് അറിയോ? അടുത്ത സൈൻ കൂടി നോക്കിയിട്ട് നമ്മൾ വരയ്ക്കുള്ളൂ. കാരണം ഒരു കീബോർഡും മൗസ് അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ ഇവിടെ ഒരു സർക്കിൾ കൊണ്ടിട്ട് ഇത് മൗസ് എന്ന് പറഞ്ഞാലും കറക്റ്റ് അല്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് അല്ലേ? ഒരു കീബോർഡും മൗസ് അല്ല. അതെ, ഒരു കീബോർഡും മൗസ് അല്ല. പക്ഷെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തേ വന്ന്? ആൾ മൗസസ് ആർ CPU. എല്ലാ മൗസും എന്തിൽ വരണം? CPU-ല് വരണം. സോ ഈ CPU-ന്റെ ഉള്ളിൽ ഞാനൊരു സർക്കിൾ കൊടുത്താൽ അതാണ് എന്ത് വരിക? മൗസ് വരിക. ഇപ്പൊ കണക്ഷൻ കറക്റ്റ് ആയോ? സം CPUs ആർ കീബോർഡ്. കറക്റ്റ് ആണ്. സം CPU കീബോർഡ് ആണ്. ഓക്കെ. ദെൻ നോ കീബോർഡ് ഈസ് എ മൗസ്. ഒരു കീബോർഡും എന്തല്ല? മൗസ് അല്ല. കാരണം മൗസ് ഇവിടെ കിടക്കുന്നത്. ഒരു കീബോർഡും മൗസ് അല്ല. അതും കറക്റ്റ് ആയി. ദെൻ ആൾ മൗസ് ആർ CPU. എല്ലാ മൗസും എന്താണ്? CPU-ന്റെ ഉള്ളിലാണ്. അപ്പൊ ഇതാണ് വരിക. ഇതെന്ത് ഇവിടെ വേണ്ട? ഈ ഒരു മൗസ് എന്ന് പറയുന്നത് ഇവിടെ വേണ്ട. ഓക്കെ അല്ലേ? നമുക്ക് വായിച്ചളയാം. റബ്ബർ എടുക്കുമ്പോൾ എന്താണ് സെലക്ഷൻ വരാത്ത? ഓക്കെ, സെലക്ട് വന്നു. അപ്പോ ഇങ്ങനെയാണ് ഇതിന്റെ ഗ്രാഫ് വരിക. ഇനി നമുക്ക് കൺക്ലൂഷൻ നോക്കാം. സം കീബോർഡ് ആർ CPU. സം കീബോർഡ് CPU അല്ലേ? ഈ പോർഷൻ ആണ് വരുന്നത്. കറക്റ്റ് ആണ്. ദെൻ ആൾ CPUs ആർ മൗസ്. അങ്ങനെ പറയാൻ പറ്റുമോ? എല്ലാ CPU മൗസ് ആണ് എന്നുള്ളത്? ഇല്ല. ആൾ മൗസ് ആർ CPU എന്ന് പറയാൻ പറ്റും. ആൾ CPU ആർ മൗസ് എന്ന് പറയാൻ പറ്റില്ല. തെറ്റാണ്. ആൾ നോ മൗസ് ഈസ് എ കീബോർഡ്. ഒരു മൗസും കീബോർഡ് അല്ല. അതെ, കാരണം മൗസ് ഇവിടെ കിടക്കുന്നു, കീബോർഡ് ഇവിടെ കിടക്കുന്നു. ഒരു മൗസും കീബോർഡ് അല്ല. ശരിയാണ്. ദെൻ സം മൗസ് ആർ കീബോർഡ്. അതെങ്ങനെ? സം മൗസ് കീബോർഡ് ആണ്. മൗസ് ഇവിടെ കിടക്കുന്നു, കീബോർഡ് ഇവിടെ കിടക്കുന്നു. ഒരു കണക്ഷനില്ല. അതും തെറ്റാണ്. അപ്പൊ 1ഉം 3ഉം ആണ് കറക്റ്റ്. 1ഉം 3ഉം ഉണ്ട്. ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 and 3 ഫോളോസ്. ഇതാണ് ആൻസർ. കമ്പാരിംഗ്ലി അനലിറ്റിക്കൽ മെത്തേഡ് വെച്ച് നോക്കുകയാണെങ്കിലും നമ്മുടെ മൂഡ് ആൻഡ് ഫിഗർ വെച്ച് നോക്കുകയാണെങ്കിലും സിമ്പിൾ മെത്തേഡ് ആണ്. ബട്ട് ഉള്ള കാര്യം ഞാൻ പറയാം, അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ അല്ല ഇത് കേട്ടോ. പണ്ട് ഇവിടുന്നൊക്കെ ചോദ്യങ്ങൾ വന്നിരുന്നു. പക്ഷെ ഇപ്പോ സിലബസ് അതായത് അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ ഇതിനൊന്നും ക്വസ്റ്റ്യൻസ് കമ്പാരിംഗ്ലി കുറവാണ്. ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എക്സാം എഴുതിയ സമയത്ത് ക്വസ്റ്റ്യൻസിക്ക് വന്നിട്ടില്ല ഇതൊന്നും. പക്ഷെ എന്തുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ സിലബസിൽ വരുന്ന സാധനമാണ്. ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയണ്ടേ, പക്കാ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അഥവാ ചോദിച്ചാലോ ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. പഠിക്കുമ്പോൾ നിരത്തി പഠിക്കണല്ലോ. അതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു തന്നു മാത്രം കേട്ടോ. സോ അറിഞ്ഞിരിക്കുക. ചോദ്യം ഇങ്ങനെയും വരാം. ജസ്റ്റ് എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക എന്ന് മാത്രം പഠിച്ചാൽ മതി. സോ സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.